നല്ല ഒരു മാനസിക ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് സ്ട്രെസ്സും ടെൻഷനും. ഇത് ശരിക്കും നമുക്ക് നല്ലതാണോ ചീത്തയാണോ? നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഉണർന്നിട്ട് ഉറങ്ങണ വരെ ഈ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ ബുദ്ധിമുട്ടറിയാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനെയാണ് നമ്മൾ യൂസ്ട്രെസ്സും, ബുദ്ധിമുട്ടറിഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ച് ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡിസ്ട്രെസ് എന്ന് പറയപ്പെടുന്നത്. ഈ ഡിസ്ട്രെസ് അമിതമാവുമ്പോഴാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. ഈ ഡിസ്ട്രെസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ ഡിസ്ട്രെസ്സിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നമ്മുടെ കൂടെ ഉള്ള മനുഷ്യരുടെ പ്രവർത്തനം, അവരുടെ സംഭാഷണം, അവരുടെ പ്രവൃത്തി, ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാനും ബാധിക്കാറുമുണ്ട്. മലയാളികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, റീൽസ്, ഇതെല്ലാം എന്തിനാണ്? ആൾക്കാരുടെ അറ്റൻഷനും അവരുടെ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടാതെ വരുമ്പം അത് തന്നെ ഒരു വലിയ ഡിസ്ട്രെസ് ആയിട്ട് ആൾക്കാർ അനുഭവപ്പെടാറുണ്ട്. കൂടെ ഉള്ള സഹജീവികൾ, നമ്മുടെ പേരൻസ്, നമ്മുടെ മക്കള്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സുഹൃത്തുക്കൾ, ഇവർ എത്ര പേരാണ് നേരിട്ട് മനുഷ്യരെ അവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ പറയണത്? കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള സംസാരങ്ങളാണ് നമ്മൾ കേട്ടുവരുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ സന്തോഷം കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അത് ഒരു വലിയ ഘടകമാണ് നമ്മളുടെ ഇന്ന് ജീവിതത്തിന്റെ ഡിസ്ട്രെസ് കൂടാനും അതനുസരിച്ചുള്ള മാനസിക പിരിമുറുക്കം ഇന്ന് കൂടി വരുന്നതിന്റെ ഒരു വളരെ പ്രധാന ഘടകമാണ്. അപ്പൊ ഇന്ന് ഡിസ്ട്രെസ്സിന് വേണ്ടി ടെൻഷൻ അടിക്കുമ്പോൾ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സാധാരണ ഞാൻ കണ്ടുവരുന്നത്, ആൾക്കാർ മോട്ടിവേഷണൽ വീഡിയോസ് കാണും, യോഗയ്ക്ക് പോവും, മെഡിറ്റേഷന് പോവും, എറോബിക്സിന് പോവും, പാട്ട് ക്ലാസ്, ഡാൻസ് ക്ലാസ്, സ്പോർട്സ്, വാട്ട് നോട്ട്. പക്ഷേ ഇതൊന്നും തുടർച്ചയായിട്ട് അവർ ചെയ്യണില്ല. എല്ലാവരും ഇതൊക്കെ ചെയ്ത് പരാജയപ്പെട്ടിട്ടാണ് ഒരു കൗൺസിലിംഗ് പോലത്തെ ഒരു സെഷനിൽ വരുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കി അതനുസരിച്ച് ഉള്ള ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു വിജയം. നിങ്ങളുടെ ഡിസ്ട്രെസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനും നിങ്ങളുടെ ചുറ്റുവട്ടവുമായിട്ട് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ പോകാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഈ ഡിസ്ട്രെസ്സിനെ മാറ്റി യൂസ്ട്രെസ് ആക്കണം. നമുക്കറിയാലോ, രാവിലെ എണീച്ച് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഒരു ബുദ്ധിമുട്ടും അറിയാതെ സന്തോഷത്തോടെ ചെയ്യണ കാര്യങ്ങളുണ്ട്. അത് എത്രയാണ് നമ്മൾ ഓർക്കുന്നത്? പക്ഷെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഡിസ്ട്രെസ് ചെയ്ത കാര്യങ്ങളും കുറച്ചായിരിക്കും. പക്ഷെ അതിനെ വീണ്ടും ഓർത്ത് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യണത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത് നമ്മളുടെ യൂസ്ട്രെസ് കൂട്ടി ഡിസ്ട്രെസിന്റെ സ്ട്രെങ്ത് വീക്കൻ ചെയ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നോക്കുക. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും വളരെ നല്ല ഒരു മാനസിക ആരോഗ്യത്തോടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കും.